ഹലോ, ചലനയാണ്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രശ്നം ചില ലിമിറ്റിംഗ് ബിലീഫുകളും അവയെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ആദ്യമായിട്ട് എന്താണ് ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് നമുക്ക് നോക്കാം. നമ്മളെ വളരാൻ അനുവദിക്കാത്ത വിശ്വാസങ്ങളെയാണ് ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന്, ഞാൻ സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് പൈലറ്റ് ആകാൻ കഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊരു ലിമിറ്റിംഗ് ബിലീഫാണ്. കഷ്ടപ്പെട്ടാൽ മാത്രമേ പണം ഉണ്ടാകൂ എന്ന് ഉള്ള ഒരു വിശ്വാസം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റൊരു ലിമിറ്റിംഗ് ബിലീഫാണ്. എല്ലാ രംഗത്തും നമുക്ക് ലിമിറ്റിംഗ് ബിലീഫുകൾ കാണാൻ കഴിയും. ഈ ലിമിറ്റിംഗ് ബിലീഫുകൾ എവിടെ നിന്ന് വരുന്നു, അവ എങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തെ സ്വാധീനിക്കുന്നു, അവ എന്തുകൊണ്ട് മാറ്റണം, ഇവയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് എവിടെ നിന്നാണ് ഈ ലിമിറ്റിംഗ് ബിലീഫുകൾ വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറയാം. തീരെ ചെറുപ്പത്തില് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഒട്ടും ആക്റ്റീവ് അല്ല, സബ് കോൺഷ്യസ് മൈൻഡാണ് ആക്റ്റീവായി ഇരിക്കുന്നത്. അപ്പം ഈ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവായി ഇരിക്കുന്ന സമയത്ത് ആരെന്തു പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കും. നമുക്ക് അത് ശരിയാണോ എന്ന് ചിന്തിക്കാനുള്ള കഴിവില്ല, മറു ചോദ്യങ്ങളൊന്നുമില്ല, അതേപടി അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ചെറുപ്പത്തില് ഒരു കുട്ടി നിരന്തരം മാതാപിതാക്കളുമായിട്ട് ലഹള ഉണ്ടാകുന്നു അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ഉണ്ടാകുന്നു എങ്കിൽ ലാക്ക് ഓഫ് സെൽഫ് ലവ് ഉണ്ടാകുന്നു. അതുപോലെ ചെറുപ്പത്തില് നിരന്തരമായിട്ട് വിമർശിക്കപ്പെടുന്ന കുട്ടികളാണെങ്കിൽ, അതായത് എന്ത് കാര്യം ചെയ്താലും അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ മുതിർന്നവരാരെങ്കിലും അത് ശരിയായില്ല, ഇത് ശരിയായില്ല, ഈ ചെയ്ത കണക്ക് ശരിയായില്ല, നീ പാടിയത് ശരിയായില്ല, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഐ ആം നോട്ട് ഇനഫ്, ഞാൻ അത്ര പോരാ എന്ന ഒരു ചിന്ത ഉണ്ടാകും. അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് കുട്ടി വളരുന്നതെങ്കിൽ പണം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊരു ചിന്തയും വരാം. അപ്പൊ നമുക്ക് ഏതായാലും മണിയുമായിട്ട്, പണവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ലിമിറ്റിംഗ് ബിലീഫ്സിനെ എടുക്കാം. ഒന്നാമതായിട്ട്, പണം ഉണ്ടാക്കാൻ അത്ര എളുപ്പമല്ല. പണം മരത്തിൽ വളരുന്നില്ല. പണം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴത്തേക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ടാണ് സമ്പാദിക്കേണ്ടത്. ഇങ്ങനെയുള്ള ലിമിറ്റിംഗ് ബിലീഫ് ഉള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് വെച്ചാൽ, അവരെത്ര കഷ്ടപ്പെട്ടാലും പണം സമ്പാദിക്കാൻ കഴിയില്ല. അതുപോലെ പണം ഉപയോഗിച്ച് ജീവിതം ആസ്വദിക്കാൻ കഴിയില്ല. കാരണം പണം ബുദ്ധിമുട്ട് വരുമ്പോൾ ഉപയോഗിക്കാൻ നമ്മൾ സമ്പാദിച്ചു കൂട്ടുന്ന എന്തോ ഒന്നാണ് എന്നുള്ള ഒരു വിശ്വാസത്തിലായിരിക്കും. അപ്പൊ എപ്പോ പണം സമ്പാദിച്ചു വെച്ചിരുന്നാലും അവർക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കായിരിക്കും അത് ഉപയോഗിക്കേണ്ടി വരിക. അതായത് എൻജോയ്മെന്റിന് അധികം ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരിടത്ത് ഇരിക്കുക എന്നുള്ളതാണ്. സമാധാനമായിട്ട് ഒരിടത്ത് ഇരുന്നിട്ട് എൻ്റെ ഈ ചിന്ത വരാനുള്ള കാരണം എന്താണ് എന്ന് ചിന്തിക്കുക. അതിനുശേഷം ഈസ് ഇറ്റ് ട്രൂ ഫോർ മീ, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം സത്യമാണോ? ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം, ഇങ്ങനെ ലിമിറ്റിംഗ് ബിലീഫ് ഉള്ള ആളുകളുടെ ജീവിത സാഹചര്യവും, അതായത് പ്രസന്റ് എക്സ്പീരിയൻസസും അങ്ങനെ തന്നെ ഉള്ളതായിരിക്കും. അപ്പൊ അത് മാറണമെങ്കിൽ നിലവിലെ ചിന്തകൾ മാറ്റണം. നമുക്ക് പാസ്റ്റിനെ മാറ്റാൻ കഴിയില്ല, അതേസമയം ഫ്യൂച്ചറിനെ ഷേപ്പ് ചെയ്യാൻ കഴിയും. എങ്ങനെ? ഇന്നത്തെ ചിന്ത മാറ്റിക്കൊണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ലിമിറ്റിംഗ് ബിലീഫ്സ് എല്ലാം ആദ്യം ഒരു ലിസ്റ്റ് എഴുതി ഉണ്ടാക്കുക. ഉദാഹരണത്തിന്, പണം മരത്തിൽ വളരുന്നില്ല. അങ്ങനെയുള്ള ചിന്ത ഉള്ള ഒരാൾ ചെയ്യേണ്ടത്, മണി കംസ് ടു മീ ഈസിലി ആൻഡ് എഫേർട്ട്ലെസ്ലി, ഇങ്ങനൊരു അഫർമേഷൻ എടുക്കുക. അതുപോലെ Salary is the only source of my income. മണി കംസ് ടു മീ ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ്. അതുപോലെ പണം സൂക്ഷിച്ചു വെക്കേണ്ട ഒന്നാണ് എന്നുള്ള ചിന്തയുള്ള ആള് ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ മാറി ചിന്തിക്കേണ്ടത്, ലൈഫ് ഈസ് ടു ബി എൻജോയ്ഡ്, ജീവിതം ആസ്വദിക്കേണ്ട ഒന്നാണ്.
ജീവിതം ആസ്വദിക്കാനായിട്ട് നമ്മൾ കുറച്ച് പൈസയൊക്കെ ചെലവഴിച്ച് കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ അനുഭവിച്ച് തന്നെ അറിയണം. അല്ലാതെ ഇതെല്ലാം പണം കൂട്ടിവെച്ച് നമുക്ക് എപ്പോഴോ സന്തോഷിക്കാൻ കഴിയും എന്നുള്ള ചിന്ത ആവശ്യമില്ല. അതുപോലെ തന്നെ തൊഴിലിന്റെ കാര്യത്തിൽ ചിലർക്ക് ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട്. ഞാൻ ഏത് പരീക്ഷ എഴുതിയാലും നല്ല റിസൾട്ട് കിട്ടാറില്ല. അതിന് പകരം ഇനി ചിന്തിക്കേണ്ടത്, ഞാൻ ശ്രമിക്കുമ്പോഴൊക്കെ നല്ല പോലെ തയ്യാറെടുപ്പ് ചെയ്തിട്ട് എഴുതിയ പരീക്ഷകളൊക്കെ ഞാൻ പാസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല പോലെ തയ്യാറെടുത്ത് എഴുതുന്ന പരീക്ഷകൾ പാസ്സാവാൻ എളുപ്പമാണ്. ഇങ്ങനെ മാറി ചിന്തിക്കുക, നിങ്ങളുടെ എഫേർട്ട് കൂടി ഇടുക. ലിമിറ്റിംഗ് ബിലീഫ്സ് ഒരുപാടുണ്ട്, റിലേഷൻഷിപ്പിലും ഒക്കെ ഉണ്ട്. ഞാൻ ഏതാനും ലിമിറ്റിംഗ് ബിലീഫുകൾ മാത്രമാണ് ഇന്നിവിടെ എടുത്ത് സംസാരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗൈഡൻസോ ഹെൽപ്പോ ആവശ്യമാണ് എന്ന് തോന്നിയാൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി വരുന്ന വീഡിയോകളിൽ ഞാൻ കുറച്ചുകൂടി ലിമിറ്റിംഗ് ബിലീഫ്സിനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.